ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾ മന്ത്രിസഭയിൽ ഇല്ല എന്ന ഒരു പരിഭവമൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് ഇല്ല. എന്നാൽ ഓർത്തഡോക്സ് സഭയിലെ അംഗമാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ ഓർത്തഡോക്സ് സഭയിലെ അംഗമായിട്ട് കാണണ്ട. എന്നാൽ ചാണ്ടി ഉമ്മന് ചില വ്യത്യസ്തതകളുള്ള ഒരു യുവ നേതാവാണ്. നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. യശശരീരനായ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ തെരഞ്ഞെടുപ്പ് ശൈലിയിലൂടെ ഒരു വൻഭൂരിപക്ഷം നേടിയെടുത്ത ഒരു യുവ നേതാവാണ്. 2.5 വർഷക്കാലം അദ്ദേഹത്തിന് ഒരു MLA സ്ഥാനം ലഭിച്ചപ്പോൾ വളരെ ഭംഗിയായി തൻ്റെ മണ്ഡലത്തെ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഇടയായിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ച ഒരു യുവ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരുകൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവസാന സമയമായപ്പോൾ എങ്ങനെയോ അത് ഔട്ടായതായി കാണുന്നു. അതിൻ്റെ കാരണം എന്താണെന്നും അറിയല്ല. അത് പൊതുജനത്തിന് പൊതുവെ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഔട്ടായി പോയി എന്ന ഒരു ചിന്ത പലരും ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. സഭയ്ക്കതിൽ പരിഭവമോ ഒരു പരിവേഷമൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ഓർത്തഡോക്സ് സഭ ഒരു നിലപാട് എടുത്തിട്ടില്ല. സഭാംഗങ്ങളായവരെ തന്നെ ഉൾക്കൊള്ളണമെന്നുള്ള ഒരു നിലപാടൊന്നും ഓർത്തഡോക്സ് സഭ ഒരിക്കലും എടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആളുകളുടെ അവരുടെ യോഗ്യതകൾ കണ്ടെടുത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ ജനഹിതം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഞാനിപ്പം നിൽക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലാണ്. പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനത്തിൻ്റെ ഹിതമാണ്. 52,000-ത്തിലധികം വോട്ട് ഭൂരിപക്ഷം നേടി അത് വ്യത്യസ്തമായ സാധ്യത ജയിച്ചു വന്ന ഒരാളാണ്. ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിയാകുമെന്ന് ഈ പുതുപ്പള്ളിയിലെ ജനം നല്ലതുപോലെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ജാതി മതവും വർഗമൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ്റെ കാര്യത്തിലും ജനഹിതം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അത് വളരെ കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് ഇടവന്നു. നേതാക്കന്മാർ ഭൂരിപക്ഷം പേരും അദ്ദേഹത്തെ എതിർത്തു എന്നാണ് പൊതുവേ കേട്ട റിപ്പോർട്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയാൻ മേല. പൊതുവേ കേട്ട റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ജനത്തിൻ്റെ ഹിതത്തെ വളരെ ഭംഗിയായി മാനിക്കാനായിട്ടൊരു ശ്രമം നടത്തിയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട VD സതീശൻ അവറുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നത്. അല്ലെങ്കിൽ മറ്റ് 2 പേരിൽ ആരെങ്കിലും ആകാമായിരുന്നല്ലോ. അപ്പോൾ ജനത്തിൻ്റെ ഹിതം ശരിക്ക് ചില കാര്യങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ പാളിപ്പോകുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്.